ശ്രീ കെ മുരളീധരൻ, വടകര ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും വടകരയിൽ തന്നെ മത്സരിക്കും. മത്സരിക്കുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. പാർട്ടി മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ നേരത്തെ തന്നെ? നേരത്തെ തന്നെ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലത്തിനോട് 100% നീതി പുലർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടൊരു പ്രത്യേക തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാൽ അടുത്ത ദിവസം തന്നെ ഇലക്ഷൻ പ്രചരണം തുടങ്ങും. ഇപ്പോൾ MP എന്നുള്ള നിലയിൽ സജീവമായിട്ട് രംഗത്തുണ്ട്. നിലവിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ തീർച്ചയായിട്ടും UDFന് തന്നെയാണ് മുൻതൂക്കം. ഒന്ന്, സ്ഥിരമായിട്ടൊരു ലോക്സഭയിൽ കോൺഗ്രസിനും UDFനും മുൻതൂക്കമുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും. 1967 2004 ഒഴികെ മിക്ക തെരഞ്ഞെടുപ്പുകളിലും UDFനും കോൺഗ്രസിനുമാണ് ലോക്സഭയിൽ മുൻതൂക്കം കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് LDFൻ്റെ ഭരണത്തിലുള്ള ജനങ്ങളുടെ അസംതൃപ്തിയും കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണം എന്ന കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹവും നോക്കുമ്പോൾ നല്ല വിജയം UDFന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 20 സീറ്റുകളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ 19 ജയിച്ചത്. ഒരു നോട്ടപ്പിശക് കൊണ്ട് നഷ്ടപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ 20-ൽ 20 ജയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതായത് വലിയ വിജയമാണ് 2019 19 സീറ്റ് താങ്കളിപ്പോൾ പറഞ്ഞു. അതിനകത്തിപ്പോൾ ഒരു സീറ്റ് LDFനൊപ്പമാണ് കേരള കോൺഗ്രസ് അങ്ങോട്ട് പോയപ്പോൾ 18 സീറ്റ്. അപ്പം നിങ്ങളുടെ ഗ്രാഫ് ഉയർന്നു എന്ന് കരുതണമെങ്കിൽ 20 സീറ്റും പിടിക്കണം. അപ്പോൾ അത്രയും വലിയ റിസ്കിലാണ് ഈ മത്സരം നടക്കുന്നത്. അങ്ങനൊരു സാധ്യത ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും? കാരണം 19 സാധ്യമല്ല, 18 സാധ്യമല്ല, 20 ഒട്ടും തന്നെ സാധ്യമല്ല. വലിയൊരു മത്സരം ഇക്കുറി നടക്കാൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് LDFൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ നവകേരള സദസ്സ് പോലുള്ള പരിപാടികളൊക്കെ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഫെബ്രുവരി 8 വലിയൊരു സമരം അവർ ഡൽഹിയിൽ നടത്താൻ പോകുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 20, 19, 18 എന്നൊക്കെ പറയുന്ന വലിയ സംഖ്യയല്ലേ UDFനെ സംബന്ധിച്ച്? ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം വരണമെങ്കിൽ കേരളത്തിൽ UDF ജയിക്കണം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏതാണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നടത്തുന്നതിൻ്റെ ഒരു തനി പകർപ്പ് തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന മോഡിയുടെ അതേ ശൈലിയാണ് പിണറായി വിജയൻ കേരളത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരായി വന്ന അഴിമതി ആരോപണങ്ങളും അതിനോട് കേന്ദ്രം കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണറും കാണുമ്പോൾ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അതായത് ഇത്തവണ നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരിക്കാനും യാത്ര അയക്കാനും മുഖ്യമന്ത്രി കാണിച്ച കൂടുതൽ ആവേശവും, അതോടൊപ്പം തന്നെ ഫെബ്രുവരി 8 സമരം, കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ട് പോലും അതിൻ്റെ ഒരു സൂചന പോലും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നൽകാതിരുന്നതും, ഇവരൊക്കെ ഒരു നാടകം കളിക്കുകയാണ്, ഇവർ തമ്മിലാണ് യഥാർത്ഥ സഖ്യം എന്നുള്ള യാഥാർത്ഥ്യം ജനത്തിനറിയാം. അത് കൂടുതൽ ജനത്തിനെ ബോധവാന്മാരാക്കിക്കൊണ്ട് UDF അതിശക്തമായിട്ടുള്ള പ്രചരണം കാഴ്ചവെക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 20-ൽ 20 പ്രതീക്ഷയുണ്ട് എന്ന് പറയാൻ കാരണം.